ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിത മധുരം ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ്. രണ്ടാമത്തെ പാഠഭാഗം ഒക്കെ തീർന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ പാഠഭാഗത്തിലേക്ക് കടക്കാം. ഗുണന രീതികൾ, അതായത് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. അപ്പൊ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് നോക്കല്ലേ. ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ അതിന്റെ ആൻസർ കണ്ടെത്തണം. 15 ഗുണിക്കണം 8 ആണോ വലുത്, 18 ഗുണിക്കണം 5 ആണോ വലുത്? കൂട്ടുകാര് ആൻസർ കണ്ടെത്തുക, എന്നിട്ട് നമുക്കത് തെളിയിക്കാം അല്ലേ. ചിലര് പറയുന്നുണ്ടാവും, ടീച്ചറെ ഇത് രണ്ടും തുല്യമാണ്. ചിലര് പറയുന്നുണ്ടാവും 15 ഗുണിക്കണം 8 ആണ് വലുത്. ചിലര് പറയുന്നുണ്ടാവും 18 ഗുണിക്കണം 5 ആണ് വലുത് അല്ലേ. ഞാൻ പറയുന്നു 15 ഗുണിക്കണം 8 ആണ് വലുതെന്ന്. എനിക്കും അറിയില്ല കേട്ടോ, നമുക്കൊന്ന് പോയി കണ്ടെത്താം. ഓക്കെ അല്ലേ? എങ്കിൽ എൻ്റെ കൂടെ നിങ്ങളും യാത്ര ചെയ്യാം. ഇവിടെ നോക്കാം, 15 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10 + 5 ആണ് 15 അല്ലേ. ഇവിടെ നോക്കാം, 15 എന്ന് പറഞ്ഞാൽ 10 + 5 ആണ്. ഇതിനെ എന്ത് ചെയ്യണം? 8 കൊണ്ട് ഗുണിക്കണം. അതിനെ 8 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 10 ഗുണിക്കണം 8 കൂട്ടണം 5 ഗുണിക്കണം 8 ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ. എങ്കിൽ അടുത്തത് നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാലോ. നമുക്കിവിടെ നോക്കാം, 10 കൂട്ടണം 8 ആണ് എന്ത്? 18 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 5 കൊണ്ടാണ് ഗുണിക്കേണ്ടത് അല്ലേ. ഗുണിക്കണം 5. ഇനി നമുക്ക് എഴുതാം 10 ഗുണിക്കണം 5 കൂട്ടണം 8 ഗുണിക്കണം 5. ഞാൻ ഇത് ബ്രാക്കറ്റിലും കൂടെ ഇട്ടേക്കാം. ഇനി കൂട്ടുകാർക്ക് കണ്ടെത്തിയോ ഏതാണ് വലുത് ചെറുതെന്ന്? കുറച്ചു പേര് ഇനിയും മുന്നോട്ട് കാലെടുത്ത് വെച്ചിട്ടില്ല. ശരി, നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിയാല് ഇവിടേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. 5 ഗുണിക്കണം 8, 8 ഗുണിക്കണം 5. 5 ഗുണിക്കണം 8 എത്രയാ വരുന്നത്? 40. ഉറപ്പാണല്ലോ. അങ്ങനെയാണെങ്കിൽ 8 ഗുണിക്കണം 5 എത്രയാണ് വരുന്നത്? 40. അപ്പൊ ആ പാർട്ട് ഈക്വൽ ആണ്. പിന്നെ നമുക്ക് എന്ത് നോക്കിയാൽ മതി? 10 ഗുണിക്കണം 8ഉം 10 ഗുണിക്കണം 5 നോക്കിയാൽ മതി. 10 ഗുണിക്കണം 8 എന്ന് പറയുമ്പോൾ 80ഉം 10 ഗുണിക്കണം 5 50ഉമാണ്. ഇപ്പൊ ഏതാ വലുത്? ഇതാണ് അല്ലേ വലുത്. 15 ഗുണിക്കണം 8 ആണ് വലുത്. അപ്പൊ എന്റെ ഗസ്സിങ് ശരിയായി. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗസ്സിങ് ശരിയായോ നിങ്ങൾ നോക്കുക. ഇനി പോരാ, എത്രയുണ്ട് ഗുണന വ്യത്യാസം? അപ്പൊ വ്യത്യാസം നോക്കണമെങ്കിൽ നമുക്ക് ഇവിടെ മാത്രം നോക്കിയാൽ മതി. ഇവിടെ 80 ആണ്, ഇവിടെയോ? ഇവിടെ 50 ആണ്. അപ്പൊ ഗുണന വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ്. ഇപ്പൊ കൂട്ടുകാർക്ക് പിടിയിട്ടില്ലേ? അതായത് ഈ പ്രൊഡക്റ്റിന്റെ വ്യത്യാസമാണ് നമ്മൾ പറയുന്നത്. എങ്കിൽ മറ്റൊരു കണക്കൊന്ന് നോക്കാം അല്ലെ. ഇനി നമുക്ക് പേജ് നമ്പർ 31 ഒരു 4 കണക്കുണ്ട്, നമുക്കൊന്ന് ചെയ്തു നോക്കാം. ചോദ്യം ഞാനൊന്ന് വായിക്കാം. Now in each of the pairs of products given below, can you figure out in your head which is larger and how much more? അതായത് ഇനി ചുവടെയുള്ള ഗുണനഫലങ്ങളിൽ ഏതാണ് വലുത് എന്നും എത്ര കൂടുതലാണെന്നും മനക്കണക്കായി പറയാമോ എന്നാണ്. അപ്പൊ നമുക്ക് മനക്കണക്കായിട്ട് പറയുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവസാനം ശരിക്കും മനക്കണക്കായിട്ട് ചെയ്യാം. ആദ്യം നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ മനക്കണക്കായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പിടി കിട്ടും എന്നറിയില്ല. ഏതായാലും ഒന്നാമത്തെ കണക്കൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 12 ഗുണിക്കണം 8 ആണോ വലുത്, 18 ഗുണിക്കണം 2 ആണോ വലുത്? കണ്ടെത്തൂ. എന്നിട്ട് നമുക്ക് തെളിയിക്കാം, പ്രൂവ് ചെയ്യാം അല്ലേ. ഞാൻ കണ്ടെത്തിയിട്ടോ. ഞാൻ കണ്ടെത്തിയത് ഞാൻ ലാസ്റ്റ് പറയാം, അല്ലെങ്കിൽ ആദ്യം പറയാം അല്ലെ. ഞാൻ കണ്ടെത്തിയത് 12 ഗുണിക്കണം 8 ആണ്. നിങ്ങൾ ഏതാ കണ്ടെത്തിയത്? ഏതായാലും മനസ്സിൽ വെക്കുക. നമുക്കൊന്ന് നോക്കാം. 12 ഗുണിക്കണം 8 എന്ന് പറഞ്ഞാൽ 12 എന്ന് പറയുന്നത് 10 കൂട്ടണം 2 ആണ്, ഗുണിക്കണം 8. അതേപോലെ ഇത് വരുന്നത് 10 കൂട്ടണം 8 ആണ്, ഗുണിക്കണം എന്താണ് വരുന്നത്? 2. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ സംഖ്യ അല്ല വലുത് ആണോ എന്ന് നോക്കേണ്ടത്. ഇവിടെ നോക്കൂ, ഇവിടെ 2 ഉള്ളൂ. 10 2 20. ഇവിടെ 10 8 80.
ഉടൻ ഉറപ്പാണ് ഏതാണ് വലുത്, ഇതാണ് വലുത്. ഇപ്പൊ കൂട്ടുകാർക്ക് ഐഡിയ പിടിയിട്ടിട്ടുണ്ടാവും. ഇനി നോക്കാം. അപ്പൊ നമുക്ക് 10 ഗുണിക്കണം 8 കൂട്ടണം 2 ഗുണിക്കണം 8. ഇത് നമുക്കൊന്ന് എഴുതാം. 10 ഗുണിക്കണം 2 കൂട്ടണം 8 ഗുണിക്കണം 2. ഇനി ഇവിടെ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 2 ഗുണിക്കണം 8ഉം 8 ഗുണിക്കണം 2ഉം ഈക്വലാണ്. ഇനി നമുക്ക് എന്ത് നോക്കിയാൽ മതി? 10 ഗുണിക്കണം 8 10 ഗുണിക്കണം 2. ഇവിടെ നമുക്ക് കിട്ടും, എത്രയാ കിട്ടുന്നത്? 80. ഇവിടെ കിട്ടും 20. അപ്പൊ പ്രൊഡക്റ്റ് ഡിഫറൻസ്, ഗുണന വ്യത്യാസം എന്ന് പറയുന്നത് 80-ൽ നിന്ന് 20 മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 60 കിട്ടുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ ആ സ്റ്റെപ്പ് ഇങ്ങനെ എഴുതിക്കൂടാ. ഇവിടെ 80 കൂട്ടണം 2 ഗുണിക്കണം 8 16. അപ്പൊ 80ഉം 16ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടും 96. ഇനി ഇവിടെ നമുക്കൊന്ന് നോക്കാം. 10 × 2 20 കൂട്ടണം 8 2 16. 20ഉം 16ഉം എത്രയാണ് വരിക? 36 വരിക. അപ്പം 96ഉം 36ഉം തമ്മിലുള്ള ഡിഫറൻസ്, ഗുണന വ്യത്യാസം എന്ന് പറയുന്നത് 60. അതായത് ഇവിടെ ഗുണന വ്യത്യാസം എന്ന് പറയുന്നത് 10ന്റെ 8 മടങ്ങാണ്. ഇവിടെ 10ന്റെ 2 മടങ്ങാണ്. അപ്പൊ ഗുണന വ്യത്യാസം 10ന്റെ 8 മടങ്ങിൽ നിന്ന് 10ന്റെ 2 മടങ്ങ് കുറച്ചു കഴിഞ്ഞാൽ ബാക്കി എത്രയാ വരിക? 10ന്റെ 6 മടങ്ങാണ് അല്ലെ? ഇപ്പൊ കൂട്ടുകാർക്ക് ധാരണ കിട്ടിയിട്ടുണ്ടാവും. രണ്ടാമത്തെ കണക്കെന്ന് പറയുന്നത് 17 ഗുണിക്കണം 6ഉം 16 ഗുണിക്കണം 7ഉമാണ്. കൂട്ടുകാർക്ക് പറയാവോ ഇതിൽ ഏതാണ് വലുതെന്ന്? അതിന്റെ ട്രിക്ക് മനസ്സിലായ നിങ്ങൾക്ക് ക്വിസ് കോമ്പറ്റീഷനൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യാവുന്നേ. ആദ്യം നമുക്കൊന്ന് അതിലേക്ക് ഇറങ്ങി വരാൻ കുറച്ച് പണിയായിരിക്കും. ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇത്ര സിമ്പിളും ഇത്ര ഈസിയുമായിട്ടുള്ള കണക്ക് വേറെ ഇല്ല. ഓക്കെ, നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി. ഞാൻ ഇവിടെ പറയുന്നു, ഇവിടെ 17 ഗുണിക്കണം 6ഉം 16 ഗുണിക്കണം 7ഉം 6 × 7ഉം 7 × 6ഉം അതിൽ നോക്കണ്ട, നമ്മൾ 10ന്റെ നോക്കാം. ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് 17 എന്ന് പറഞ്ഞാല് 10 + 7 10 6 ഇവിടെ വരുന്നത്. ഇവിടെ വരുന്നത് 10 7. അപ്പൊ തന്നെ 10 × 6ഉം 10 × 7ഉം തമ്മിലെ വ്യത്യാസം എന്ന് പറയുന്നത് 10 × 7ൽ നിന്ന് 10 × 6 കുറയ്ക്കാം. അപ്പൊ ഒരു 10 വരിക. അപ്പൊ ഏതാണ് വലുത് വരുന്നത്? ഇതാണ് വലുത് വരുന്നത്. നമുക്ക് ഇനി ഒന്ന് അതിലേക്കൊന്ന് ഇറങ്ങി നോക്കാം. ഓക്കെ, 17 ഗുണിക്കണം 6 എന്ന് പറഞ്ഞാൽ 10 കൂട്ടണം 7 × 6 വരുന്നത്. അതേ സമയത്ത് 16 ഗുണിക്കണം 7 എന്ന് പറഞ്ഞാൽ 10 കൂട്ടണം 6 ഗുണിക്കണം 7 വരുന്നത്. ഇനി ഇവിടെ നോക്കിയാൽ നമുക്കറിയാം 10 ഗുണിക്കണം 6 10 ഗുണിക്കണം 6 കൂട്ടണം പിന്നെയോ 7 ഗുണിക്കണം 6. ഓക്കെ ആണല്ലോ? ഇവിടെ വരുന്നത് എങ്ങനെയാണ്? 10 ഗുണിക്കണം 7 കൂട്ടണം പിന്നെയോ 6 ഗുണിക്കണം 7. ഇനി നമുക്ക് അതൊന്ന് ചെയ്തു നോക്കാം. കൂട്ടുകാർക്ക് അറിയുന്നത് തന്നെയാണ്. 10 × 6 എന്ന് പറഞ്ഞാൽ 60 കൂട്ടണം 7 × 6 42. ഇവിടെ വരുന്നത് 10 × 7 70 കൂട്ടണം 6 × 7 42. ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ ആണ് വ്യത്യാസം. അപ്പൊ ഇവിടെ 70-ൽ നിന്ന് 60 പോയാൽ 10 ഗുണന വ്യത്യാസം വരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കൂ, 60 40 100 102 വരുന്നത്. ഇവിടെ വരുന്നത് 70ഉം 40ഉം 110 112 വരുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് 112-ൽ നിന്ന് 102 കുറയ്ക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കുറയ്ക്കുമ്പോഴും നമുക്ക് കിട്ടും 10 വ്യത്യാസം. ഇവിടെ നമുക്കറിയാം 10ന്റെ 6 മടങ്ങാണ് 60. ഇവിടെ 10ന്റെ 7 മടങ്ങാണ് 70. അപ്പൊ 70ഉം 60ഉം തമ്മിലുള്ള വ്യത്യാസം 10ന്റെ 1 മടങ്ങ്, അതായത് 10. ഓക്കെ ആണല്ലോ? അപ്പൊ ഏതാണ് വലുത് വരുന്നത്? 16 × 7 വലുത് വരുന്നത്.
ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചോദ്യത്തില് മനക്കണക്കായിട്ട് പറയാണ്. ഇനി നമുക്ക് മനക്കണക്കിലേക്ക് കയറാം. ഇപ്പൊ 2 കണക്ക് നമ്മൾ ചെയ്ത് കണ്ടെത്തി ഇല്ലേ? ഇനി ചെയ്ത് കണ്ടെത്താതെ എങ്ങനെ കണ്ടെത്താം നോക്കാം. ഇവിടെ 13 ഗുണിക്കണം 9 ഉണ്ട്, 19 ഗുണിക്കണം 3 ഉണ്ട്. നിങ്ങൾക്ക് പറയാവോ ഏതാണ് വലുത് എന്ന്? ഞാൻ കണ്ടെത്തി, മനക്കണക്കാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കണ്ടെത്തിയത് 13 ഗുണിക്കണം 9 ആണ്. നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് വരുന്നത് 10ന്റെ 9 മടങ്ങ്. എത്രയാണ്? 10ന്റെ 9 മടങ്ങാണ് നമുക്ക് ആദ്യത്തേതിൽ കിട്ടുന്നത്. ഇവിടെ കിട്ടുന്നതോ 10ന്റെ 3 മടങ്ങാണ്. 3 മടങ്ങ്. അപ്പൊ ഏതാണ് വലുത്? 10ന്റെ 9 മടങ്ങ്. ഇനി 10ന്റെ 9 മടങ്ങ് എന്ന് പറയുമ്പോൾ 90 വരുന്നത്. 10ന്റെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ എത്രയാ വരുന്നത്? 30 വരുന്നത്. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം, ഗുണന വ്യത്യാസം, പ്രൊഡക്റ്റ് ഡിഫറൻസ് എത്രയാണ്? 90ൽ നിന്ന് 30 പോയാൽ, അതായത് 10ന്റെ 9 മടങ്ങിൽ നിന്ന് 10ന്റെ 3 മടങ്ങ് പോയാൽ ഗുണന വ്യത്യാസം വരുന്നത് 10ന്റെ 6 മടങ്ങാണ്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് വ്യത്യാസം വരിക? 60. ഇപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? നമ്മൾ ഒരു പടിയും കൂടെ മുന്നോട്ടേക്ക് കടന്നു. ഇനി അതിനകത്തൊരു ചോദ്യമുള്ളത് 25 ഗുണിക്കണം 6ഉം 26 ഗുണിക്കണം 5ഉമാണ് ഇനി അതിനകത്ത് വരുന്നത്. ഇത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഉടൻ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ചിന്ത ഓടിയെത്തട്ടെ. 20ന്റെ 6 മടങ്ങ് മനക്കണക്കായിട്ട് ചെയ്ത് നോക്കാം. 20ന്റെ 6 മടങ്ങ് എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 20ന്റെ 6 മടങ്ങ് 120. ഇനി ഇവിടെ 20ന്റെ 5 മടങ്ങ്, 20ന്റെ 5 മടങ്ങ് എന്ന് പറയുമ്പോ എത്രയാ വരിക? 100. അപ്പൊ 120ഉം 100ഉം തമ്മിലുള്ള വ്യത്യാസം, അതായത് 20ന്റെ 6 മടങ്ങിൽ നിന്ന് 20ന്റെ 5 മടങ്ങ് പോയാൽ 20ന്റെ 1 മടങ്ങ്, അതായത് ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 20. ഇത് കിട്ടിയ ഉടൻ തന്നെ നമ്മൾ കണ്ടെത്തി ഏതാണ് വലുത്? 25 × 6 വലുത്. ഇപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ കടന്ന് ചിന്തിക്കാനായിട്ടുണ്ടാവും. ഏറ്റവും ആദ്യത്തെ കണക്ക് വിശുദ്ധമായിട്ട് എഴുതി കാണിച്ചു. അത് കഴിഞ്ഞിട്ടുള്ളത് ഒന്നും കൂടെ നമ്മൾ ചുരുക്കി, പിന്നെ ഒന്നും കൂടെ ചുരുക്കി, ഇത് കൽബിനുള്ളിൽ വെച്ച് ചെയ്തു. ഇപ്പൊ കുട്ടികൾക്ക് മനസ്സിലായില്ലേ? മനക്കണക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിൽ ചെയ്യേണ്ടതാണ്, ബുക്കിൽ എഴുതി ചെയ്യേണ്ടതല്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച് പിന്നെ നമ്മൾ മറന്നുപോകും. അതുകൊണ്ട് നമ്മൾ ബുക്കിൽ എഴുതി വെക്കുക. ആദ്യം നമ്മൾ കൽബിനുള്ളിൽ വെച്ച് ചെയ്തിട്ട് പിന്നെ നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ചാൽ മതി. ഓക്കെ ആയോ? ഇപ്പൊ കൂട്ടുകാർക്ക് ഗുണന വ്യത്യാസം എന്താണെന്ന് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഗണിതം മധുരമാണ്. അപ്പൊ ഇതിന്റെ ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നമുക്ക് ഈ ഗണിതം മധുരം എന്ന ചാനലിലൂടെ ഗണിത പഠനം നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ സന്തോഷത്തോടുകൂടെ നമുക്ക് ഇനിയും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം എന്നുള്ള ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു, ലവ് യു ഓൾ.